ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാപ് ഡൗൺ ഡേയ്സുകളിൽ നമുക്ക് എങ്ങനെ ചാർട്ടിൽ ലെവൽസ് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കഴിഞ്ഞ ദിവസത്തെ ചാർട്ടിൽ ലെവൽസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവൽസ് മാർക്ക് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യാറ്. പക്ഷേ ഗ്യാപ് ഡൗൺ ഡേയ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ലെവൽസിന് ഒരുപാട് താഴെയായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത്തരം ദിവസങ്ങളിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്. ഒരുപാട് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ പ്രൈസ് ഇവിടെ ഹൊറിസോണ്ടൽ ലൈനിൽ വെച്ചിട്ട് ഓപ്പൺ പ്രൈസ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിലേക്ക് സ്ക്രോൾ ചെയ്യാം. ഈ ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും ദിവസത്തെ ക്യാൻഡിൽസ് ട്രേഡ് ഇറക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. പ്രീവിയസ് ചാർട്ട് നോക്കിയിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ദിവസം ട്രേഡ് നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഈ ഏരിയയിൽ സപ്പോർട്ട് കാണാൻ സാധിക്കും. ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു, അത് ബ്രേക്കൗട്ട് ചെയ്തു, ഒരു സപ്പോർട്ട് എടുത്തു, നല്ലൊരു ലെവൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ റെസിസ്റ്റൻസ് ആണ്, ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് വീണ്ടും സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ആണ്. ഇത് നോക്കുകയാണെങ്കിൽ തൊട്ട് താഴെ മാർക്ക് ചെയ്യും. ഇവിടെയും ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ലെവൽസ് വരുന്നത്. അപ്പോൾ ഈ ലെവൽസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ട്രേഡിംഗ് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് കയറി. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും എൻട്രി ഇല്ല. ഇവിടെ ഉണ്ടോ അവർ ബ്രേക്കൗട്ട് ചെയ്തു, അത് ഫെയിലായി. ഇത് ബ്രേക്കൗട്ട് ചെയ്ത് ഫെയിലായിട്ട് മാർക്കറ്റ് താഴെ വന്നു. ഇവിടെയാണ് നമുക്ക് എൻട്രി ഉള്ളത്. ഒരു റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്, താഴേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സെൽ എൻട്രി ആണ്. ഇത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തൊട്ട് താഴെ സപ്പോർട്ട് എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പോൾ സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഏരിയയിലാണ് സപ്പോർട്ട് കാണുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പിവോട്ട് പോയിൻറ്റ്സ് നോക്കാം. പിവോട്ട് പോയിൻറ്റ്സിൽ ഇവിടെ ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്, കണ്ടോ, ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കവിടെ എക്സിറ്റ് ചെയ്ത് മാറാം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ പോയി. പക്ഷേ നമ്മൾ തൊട്ടടുത്ത സപ്പോർട്ട് നോക്കിയാൽ മതി. ആ ഒരു സപ്പോർട്ടിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറിയാൽ മതി. പിന്നെ അടുത്ത എൻട്രി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ലെവൽസ് ഇവിടെ ടച്ച് ചെയ്ത് ഇനി ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്താലാണ് ഇനി അടുത്ത നമുക്കൊരു ബൈ എൻട്രി വരുന്നുള്ളൂ. അതല്ല, താഴെ ബ്രേക്ക് ചെയ്ത് വീണ്ടും റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെൽ എൻട്രിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്യാപ് ഡൗൺ ഡേയ്സുകളിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഗ്യാപ് ഡൗൺ ഡേയ്സുകളിൽ ലെവൽസ് ചാർട്ടിൽ ലെവൽസ് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം റിയൽ ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം. ഇതിൽ ഒരുപാട് ലോസ് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.